വരുന്ന തിങ്കളാഴ്ച അതായത് ജൂൺ 9 മുതൽ ഈ രാജ്യങ്ങൾക്ക് അമേരിക്കയിലേക്ക് ഇനി പ്രവേശനമില്ല. വീണ്ടും കടുത്ത തീരുമാനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. അമേരിക്കയുടെ ദേശീയ സുരക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനിയ, എറിട്രിയ, ഹെയ്നി, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യത്തെ പൗരന്മാരെ ഇനി അമേരിക്കൻ മണ്ണിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ നുഴഞ്ഞു കയറാമെന്ന വ്യാമോഹം കൂടെയാണ് ട്രംപ് പൊളിച്ചെഴുതാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം കൊളറാഡോയിലെ ബ്ലൗഡ്രയിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇത്തരമൊരു തീരുമാനം. കാരണം ഇവർ ശരിയായ പരിശോധനയ്ക്ക് വിധേയരാകാത്ത വിദേശ പൗരന്മാരുടെ പ്രവേശനം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് വിലയിരുത്തുന്നതെന്നാണ് നടപടി വന്നിരിക്കുന്നത്. എന്ന ചില രാജ്യങ്ങൾക്ക് ഭാഗികമായ വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യൂബ ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ഭാഗികമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബുറാണ്ടി, ക്യൂബ, ലാവോസ്, സിറിയ ലിയോൺ, ടോങ്കോ, തുർക്ക്മെനിസ്ഥാൻ, വെനസ്വേല എന്നിവിടങ്ങളിലുള്ളവർക്കാണ് ഭാഗിക വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടും തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുമെന്നും വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ പ്രവേശനം പൂർണ്ണമായും നിയന്ത്രിക്കുന്നതും പരിമിതപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഹൗസ് പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം സമ്പൂർണ്ണ നിരോധനം നേരിടുന്ന രാജ്യങ്ങൾ സ്ക്രീനിങ്ങിലും സൂക്ഷ്മ പരിശോധനയിലും പോരായ്മകൾ ഉള്ളവരാണ് എന്നും US വളരെ ഉയർന്ന അപകട സാധ്യത സൃഷ്ടിക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അധികാരത്തിലെത്തിയ ശേഷം ഇത് 2ാം തവണയാണ് ട്രംപ് വിവിധ രാജ്യങ്ങൾക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തുന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 12:01 മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിരോധനത്തിന് പുറമെ കൂടുതൽ രാജ്യങ്ങൾ ഇത്തരത്തിൽ നിയന്ത്രണം നേരിടേണ്ടി വരും. ബുറാണ്ടി, ക്യൂബ, ലാവോസ്, സിറിയ ലിയോൺ, ടോങ്കോ അതുപോലെയുള്ള മറ്റു രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഭാഗിക പ്രവേശന നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചതായിരിക്കുന്നു. അതുപോലെ തന്നെ ഉയർന്ന വിസ ഓവർസ്റ്റേറ്റ് നിരക്കുകളോ അതുപോലെ US നിയമ നിർവഹണ ഏജൻസികളുമായുള്ള സഹകരണത്തിലെ അപര്യാപ്തതകളോ എല്ലാം തന്നെ ഇതിന് കാരണമാണ്. B1, B2 അതുപോലെ FMJ വിഭാഗങ്ങളിൽ പോലുള്ള കുടിയേറ്റ ഇതര വിസകളിലെ പരിമിതികൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. സുരക്ഷിതമായും വിശ്വസനീയമായും പരിശോധനയും നിരീക്ഷണവും നടത്താൻ കഴിയാത്ത ഒരു രാജ്യത്തിൽ നിന്നും തുറന്ന കുടിയേറ്റം നമുക്ക് അനുവദിക്കാനാവില്ല. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ യമൻ, സൊമാലിയ, ഹെയ്ത്തി, ലിബിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങളിൽ യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു പുതിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിടുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. അമേരിക്കയിലേക്കുള്ള പ്രവേശന വിലക്ക് പുനർസ്ഥാപിക്കുകയാണ്. ചിലർ ഇതിനെ ട്രംപ് യാത്രാ നിരോധനം എന്ന് വിളിക്കുന്നു. എന്നാൽ സുപ്രീം കോടതി ശരിവെച്ച തീവ്ര ഇസ്ലാമിക ഭീകരരെ നമ്മുടെ രാജ്യത്ത് പുറത്തു നിർത്തും എന്നതാണ് ട്രംപ് പറയുന്നത്. യാത്രാ നിരോധനം US സുപ്രീം കോടതിയും നേരത്തെ ശരിവെച്ചിരുന്നു. നമ്മുടെ രാജ്യത്തേക്ക് വന്ന് നമ്മെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന അപകടകാരികളായ വിദേശ ശക്തികളിൽ നിന്ന് അമേരിക്കക്കാരെ സംരക്ഷിക്കുമെന്ന തന്റെ വാഗ്ദാനം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിറവേറ്റുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് വൈറ്റ് ഹൗസ് വക്താവ് വ്യക്തമാക്കുന്നത്. എക്സ്പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. നേരത്തെ ആദ്യം പ്രസിഡന്റായി സ്ഥാനമേറ്റ സമയത്ത് ട്രംപ് 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള പ്രസിഡന്റ് ജോ ബൈഡൻ 2021 ഈ നിയന്ത്രണങ്ങൾ നിർത്തലാക്കുകയായിരുന്നു. നമ്മുടെ ദേശീയ മനസാക്ഷിയിൽ ഏൽക്കുന്ന കളങ്കം എന്നതാണ് ജോ ബൈഡൻ ഇതിനെ വിശേഷിപ്പിച്ചത്. ആഗോളതലത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ സൂചിപ്പിക്കുന്ന SDGD ഗ്രൂപ്പിന് കീഴിൽ വരുന്ന ഒരു താലിബാന്റെ നിയന്ത്രണത്തിലുള്ള അഫ്ഗാൻ പാസ്പോർട്ട് വിതരണമോ സിവിൽ ഡോക്യുമെന്റേഷനോ കൈകാര്യം ചെയ്യാൻ ഫലപ്രദമായ കേന്ദ്ര അധികാരമില്ല എന്ന് US ആരോപിക്കുന്നു. രാജ്യത്ത് ശരിയായ പരിശോധനാ പ്രോട്ടോകോളുകളും നിലവിലില്ല എന്നതുമാണ് US വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.